ഇന്നത്തെ ദിവസം തന്നെ ആര്യനും അക്ബറും നവീനും എല്ലാം കൂടെ കാണിച്ചു കൂട്ടുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ് ദൈവത്തിന് തന്നെ അറിയത്തില്ല. സത്യം പറഞ്ഞു ഓരോ ദിവസവും അവരെന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് അവർക്ക് പോലും അറിയത്തില്ല. യോഗാട്ട് വെച്ചിട്ടുണ്ട്. അത് തുല്യമായിട്ട് പങ്കുവെക്കുന്ന സംഭവം. അതിൽ നിന്ന് നെവിൻ എടുത്ത് കഴിച്ചു കുറച്ച്. അതിൽ നിന്ന് ആര്യനും അക്ബറും എടുത്ത് കഴിച്ചിട്ടുണ്ടെന്നാണ് അരുമോൾ പറയുന്നത്. ഓക്കെ. ഇവർക്കെല്ലാം കഴിക്കാനുള്ള അധികാരം ആരാ കൊടുത്തത്? നെവിൻ കഴിച്ചെങ്കിൽ എന്തുകൊണ്ട് ആര്യനും അക്ബറും ചോദ്യം ചെയ്തില്ല? ചോദ്യം ചെയ്താലും എന്ത് ചോദ്യം ചെയ്യാനാണ്? കഴിക്കലെന്ന് പറയാൻ എന്താ ഇവർക്ക് പ്രശ്നം? ബാക്കിയുള്ളവർക്കൊന്നും കൊടുക്കാത്ത ഒരു സാധനം കണ്ടില്ലേ? എന്ന് ക്യാപ്റ്റൻസി ആയോ അന്ന് തൊട്ട് ഒരു സാധനങ്ങളും അവർ തന്നെ യോഗാട്ടും കാര്യങ്ങളെല്ലാം തിന്നുക. മറ്റുള്ളവരൊന്നും ഒരു സാധനം തൊടാനോ എടുക്കാനോ ഒന്നും സമ്മതിച്ചിട്ടില്ല. അല്ലേ? ഇന്ന് തന്നെ യോഗാട്ടിന്റെ പ്രശ്നത്തിൽ അടിയുണ്ട്. നെവിൻ കുറച്ച് കഴിച്ചു. നെവിൻ പറഞ്ഞ പകുതിയെ കഴിച്ചുള്ളൂ. അക്ബറും ആര്യനും കഴിച്ചു. അവർ കഴിച്ചാന്ന് അവർക്കറിയാം. അപ്പോൾ അവരെടുത്തോണ്ട് പോകുന്നത് എന്തിനാണ് ഇവർ വിലക്കുന്നത്? എന്തിന് ഇവർ പാത്ത് ഇവർ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്ന സാധനമാണോ? ആര്യനും അക്ബറും ഒക്കെ അവരുടെ പറച്ചിലായിട്ട് അവരുടെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണുള്ള സംഭവമാണല്ലോ ഇത്. അതുപോലെ തന്നെ എപ്പോഴും ആര്യന് എന്തിനാണ് ഈ പെണ്ണുങ്ങളുടെ ദേഹത്ത് തൊടുന്നത്? എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ദേഹത്ത് തൊടുന്ന ആര്യന്? ഇപ്പം തന്നെ അനുമോള് തൊടലെന്ന് എത്ര ദിവസം കൊണ്ട് പറഞ്ഞു തൊടലെന്ന് പറയുന്നത്. എന്നിട്ട് എന്തുകൊണ്ടാണ് ആരും ഇതൊന്നും മോഹൻലാലൊന്നും ലാലേട്ടനൊന്നും ചോദ്യം ചെയ്യാത്ത എന്താണ്? ബിഗ് ബോസും ചോദ്യം ചെയ്യാത്ത എന്താണ്? ദേഹത്ത് തൊടരുതെന്ന് പറഞ്ഞാലും അന്നേരം വുമൺ കാർ എടുക്കാമെന്ന് പറയും. അതുപോലെ തന്നെ ഈ ആര്യനും നിവിനും ഒക്കെ നിവിൻ്റെ കണ്ടിട്ട് പഠിക്കുന്ന ആര്യനും നിവിനും ഒക്കെ എന്തെങ്കിലും പറഞ്ഞ് അനുമോടെ സാധനം എടുക്കും എന്തിനാ പറയുന്നത്? എന്ത് പറഞ്ഞാലും അനുമോടെ സാധനം എടുക്കും എന്നാ പറയുന്നത്. ഇവർക്ക് വേറൊന്നും ഇല്ല എടുക്കാൻ. നേരെ ഫുഡിൻ്റെ കാര്യത്തിൽ എന്താ പറയുക? ആര്യം പറയുന്നുണ്ട് ഞാൻ നിന്റെ സാധനങ്ങളൊക്കെ പോയി എടുക്കുമെന്ന്. നിവിൻ ചെയ്യുന്ന കണ്ടിട്ടാണ് ഇവർക്ക് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ എടുക്കാൻ ഇവർക്ക് അധികാരം ആരാ കൊടുത്തേക്കുന്നത്? അനുമോടെ കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട്. അത് നൂറയുടെ ആദിലയുടെ സാധനം എടുത്ത വിവരം അറിയത്തില്ലേ? അനുമോടെ സാധനങ്ങൾ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ എടുക്കാൻ ഇവർക്കാരും അധികാരം കൊടുത്തിരിക്കും. അന്ന് തന്നെ നെവിൻ കാണിച്ചിട്ടില്ല, അവിടെ സാധനം എടുത്ത് എറിയാൻ പോയി. ലാലേട്ടൻ ചോദ്യം ചെയ്തില്ല. അതുപോലെ ഇപ്പം തന്നെ കാർ ടാസ്കിനിടയിൽ അനുമോടെ ഇതിൽ പോയിട്ട് അനുമോടെ ഫുഡും ബോളും ഒക്കെ എടുക്കുന്നു. ഇവന് ആരാ അധികാരം കൊടുത്ത അവിടെ പേഴ്സണൽ കാര്യങ്ങൾ ഇടപെടാൻ? എന്തുകൊണ്ട് ബിഗ് ബോസ് എതിർക്കുന്നില്ല? ഈ സാധനങ്ങൾ എടുക്കുന്ന പേഴ്സണൽ കാര്യങ്ങൾ എടുക്കുന്നതിൽ? ഓക്കെ, കണ്ടന്റ് വേണം, കാര്യം ശരിയാ. അത് നശിച്ചു പോയാൽ അനുമോക്ക് എതിർക്കാൻ കഴിയത്തുള്ളൂ എന്നുള്ളൊരു ഇതിൽ വെച്ചിട്ടല്ലേ ഈ പറഞ്ഞത്. ഇപ്പം ആരും തന്നെ ഇന്ന് പറഞ്ഞ കണ്ടില്ലേ അനുമോടെ സാധനങ്ങൾ പോയി എടുക്കുമെന്ന്. എനിക്ക് മനസ്സിലാകുന്നില്ല സത്യം പറഞ്ഞാൽ. ഒരു ബിഗ് ബോസ് എന്ന് പറയുന്ന സംഭവം ഒരു കൺട്രോൾ വേണം. ഇവർ ബിഗ് ബോസ് മേക്കേഴ്സിനാണ് അവിടുത്തെ രാജാക്കന്മാർ. അവരെന്തെങ്കിലും കണ്ടസ്റ്റൻസിന് ഒരു കൺട്രോൾ കൊടുക്കണം. അവരനുസരിക്കുന്നില്ല, അതിനുള്ള താക്കീത് കൊടുക്കണം. അല്ലാണ്ട് ചുമ്മാ കയറിയിട്ട് കാണുന്ന പോലെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ എടുക്കുമ്പോൾ വിലക്കണം. അതൊക്കെ നശിച്ചു പോകുന്നില്ല. ഇവർക്ക് ഉപയോഗിക്കാൻ വെച്ചിരിക്കുന്ന സാധനം ബിഗ് ബോസ് തിരിച്ച് അതുപോലത്തെ കൊടുക്കുമെങ്കിൽ വേണ്ടില്ല. റേഷൻ പോലും അവർ അരിച്ച് കുണിച്ചാണ് കൊടുക്കുന്നത്. അങ്ങനെയുള്ള ഏരിയയിൽ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ എത്ര കാശ് പെണ്ണുങ്ങളുടെ സാധനങ്ങളൊക്കെ അല്ലേ, പ്രത്യേകിച്ച് അനുമോലെ പോലുള്ളവർ. കാരണം എന്താ വെച്ചാൽ അവർ പ്രൊഫഷണലായിട്ട് അഭിനയിക്കാൻ പോകുന്നവരാകുമ്പോൾ അവരുടെ മേക്കപ്പ് സാധനത്തിനും അല്ലെങ്കിൽ അങ്ങനെ സാധനം എക്സ്പെൻസീവായിട്ടുള്ള സാധനങ്ങളായിരിക്കും അവർ മേടിക്കുക. എത്ര രൂപ കൊടുത്തിട്ടായിരിക്കും മേടിക്കുന്നത്? എല്ലാവരും അങ്ങനെ മേടിക്കണമെന്നില്ല, മേടിക്കത്തില്ലെന്നുമല്ല. അങ്ങനെയുള്ള സാധനങ്ങൾ പോയിട്ട് നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നെവിൻ്റെ അവൻ ഡിസൈൻ ചെയ്ത ഒരു തുണി എടുത്തിട്ട് നശിപ്പിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? ഇത്രയൊക്കെ ഷാനവാസിനെയൊക്കെ ചെയ്തിട്ടും അത് ഡ്രാമയാന്ന് പറഞ്ഞുകൊണ്ട് എടുക്കാണ് 3 പേരും. ഒരു വീഡിയോ ഞാൻ കണ്ട് ആര്യം പറയുന്നുണ്ട്, എനിക്കും അസുഖവും ഒക്കെ ഉണ്ട്, ഞാൻ ഇത്രയും ഡ്രാമ കാണിക്കുന്നില്ലെന്ന് ഷാനവാസിൻ്റെ കാര്യത്തിൽ. അതും പോരാഞ്ഞിട്ട് ഇപ്പം നെവിൻ ആര്യം പറയുക നെവിനെ അങ്ങനെ പറയില്ല, നെവിൻ കാരണമൊന്നുമല്ല അപ്പം സംഭവിച്ചതെന്ന്. ഈ ലോകത്തുള്ള ആൾക്കാരെല്ലാം ബിഗ് ബോസ് കണ്ടിട്ട് നെവിൻ എറിഞ്ഞതിൻ്റെ പുറത്ത് ആണ് ഈ സംഭവിച്ചതെന്ന് എല്ലാവർക്കും അറിയാം. ഓക്കെ. പ്രത്യേകിച്ച് ഷാനവാസ് തലേ ദിവസം ബോളെല്ലാം കൂടി എറിഞ്ഞിട്ട് ആൾക്കാർ ഷാനവാസിൻ്റെ ദേഹത്തൊക്കെ എറിഞ്ഞിട്ട് ഷാനവാസിൻ്റെ പ്രശ്നമുണ്ട്. ഒന്നാമത് ഹാർട്ടിൻ്റെ പ്രശ്നമുള്ള ആളാണ്. ചിലപ്പം നോർമലായിരിക്കും, പക്ഷേ എപ്പോഴും ആ പുള്ളിക്കൊരു ഫീലിംഗ് കാണും. ഹാർട്ടിന് പ്രശ്നമുള്ളതുകൊണ്ട് എന്തെങ്കിലും വരുമ്പോൾ ഒരു പേടി കാണും എപ്പോഴും. എന്തെങ്കിലും പ്രശ്നമാ എന്നുള്ളൊരു പേടി എപ്പോഴും കാണും. ഒന്നും സെക്കൻഡ് അവർ ഫുഡ് കൊടുത്തിട്ടില്ല. ഇഷ്ടംപോലെ മരുന്ന് കഴിക്കുന്ന വ്യക്തികളാണ്. അവർക്ക് ആർക്കും തന്നെ ഫുഡ് കിട്ടിയിട്ടില്ല, അല്ലേ? ആർക്കും തന്നെ അങ്ങനെ ഫുഡ് കിട്ടിയിട്ടില്ല. അപ്പോൾ ആ വിശപ്പിൻ്റെ ഒരു സംഭവമുണ്ട്, തളർച്ച ഉണ്ടായിരിക്കും അവർക്ക്. വെളുപ്പിനെയാണ്
അനീഷ തന്നെ ഛർദ്ദിച്ച്. അതിൻ്റെ കൂടെ ഈ ഒരു സംഭവം ഉണ്ടായിട്ട് ഇത് ഇറങ്ങുമ്പോൾ ഒരു വീക്ക് വരുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു നമുക്ക് പ്രശ്നമുള്ള ആൾക്കൊരു പേടി തോന്നും അല്ലേ? പേടിയിൽ നിന്ന് പ്രഷർ കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. അങ്ങനെ സംഭവിക്കുമ്പോൾ അത് അവൻ കാരണമല്ലെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ കാറിൻ്റെ ടാസ്കിൽ നൂറയുടെ സ്വഭാവം ഇന്ന് തീരെ ഇഷ്ടപ്പെടും. അനീഷിൻ്റെ കൂടെ ഇത്രയും നാൾ നടന്നിട്ട് ആരെന്നെ തള്ളി നീട്ടിയാൽ പോരായിരുന്നു. എന്തിനാ അനീഷിൻ്റെ പോലെ അനീഷേട്ടാ നീങ്ങിയില്ലേ? അനീഷ് ഇരിക്കുമൊന്നും വേണ്ട. അനീഷ് മാനമായിട്ടിരിക്കുക. അതിൽ ഒരു വുമൺ കാർ എടുക്കാൻ തുടങ്ങുന്നത് ശരിയല്ല. അവിടെ പിടിക്കുന്നു ഇവിടെ പിടിക്കുന്നെന്ന്. ആ സമയത്ത് ആരും കാണിച്ച വേലാണ് ഇങ്ങനെ ചരിഞ്ഞിട്ട് അത്രയും ഗ്യാപ്പ് അവനുണ്ട്. നോക്കിയിരിക്കാനുള്ള ഗ്യാപ്പില്ലേ? എന്നിട്ട് എന്തിനാണ് അനീഷിനെയും പുറത്താക്കാൻ വേണ്ടി തള്ള നൂറയുടെ കൂടി ഇട്ടിരുന്നിട്ട് അനീഷിനും ഷാനവാസിനും അതുപോലെ തന്നെ അനുമോക്കും ഒന്നും ഈ ടിക്കറ്റ് ഫിനാലെ കിട്ടിയിട്ടൊന്നും കാര്യമൊന്നുമില്ല. അവർ ഓൾറെഡി ഫൈനലിലുള്ള ആൾക്കാരാണ്. ഒരിക്കലും അവർ പുറത്താകാൻ ചാൻസ് വളരെ കുറവാണ്. ഇല്ലെങ്കിൽ ഈ 3 പേരുടെ നോമിനേഷനിൽ വരണം, എന്നാലേ എന്തെങ്കിലും സംഭവിക്കത്തുള്ളൂ. എന്നാൽ അതൊരു പോസിബിളായിട്ടുള്ള കാര്യമല്ല. എന്തുവായാലും ഈ പ്രാവശ്യം എന്തായാലും നാളെ പ്രേമമൊക്കെ വന്നിട്ടുണ്ട് ലാലേട്ടൻ്റെ. അപ്പോൾ എന്തായാലും നമുക്ക് കണ്ടറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നൊക്കെ. ഇന്നത്തെ പ്രമോ ഞാൻ കണ്ടു. പക്ഷെ എനിക്കതിൽ എന്താ ലാലേട്ടൻ കാണിക്കാൻ പോകുന്നൊരു ഐഡിയ കിട്ടുന്നില്ല. ദേഷ്യപ്പെടുവാണോ, താക്കീത് കൊടുത്ത് വിടാനാണ് ചാൻസ് നെവിനും. അല്ലാതെ ഒന്നും സംഭവിക്കത്തില്ല. ലാലേട്ടന് നെവിൻ്റെ ആളായതുകൊണ്ട്, അക്ബർ ബിഗ് ബോസിൻ്റെ ആളായതുകൊണ്ടും, ആര്യന് മറ്റേ പോൺസേറിൻ്റെ ആളായതുകൊണ്ടും അവിടെ അവർക്ക് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അല്ല, ഞാൻ പറഞ്ഞ സത്യമല്ലേ? ആര്യന് സ്പോൺസറിൻ്റെ ആൾ നമ്പൂതിരിയുടെ ആൾ, പിന്നെ KP നമ്പൂതിരിയുടെ ആൾ, രണ്ടാമത് ആര്യൻ ഡയറക്ടറുടെ ആൾ, മോഹൻലാൽ ക്യൂട്ട്നെസ് വിതറിയിട്ട് ആര്യൻ്റെ ആൾ. ചെയ്യാനാ എന്തായാലും കണ്ടറിയാം നാളെ എന്താണ് സംഭവിക്കുന്നത്. നാളെ ഒരു ക്രൂഷ്യലായിട്ടുള്ള ഒരു ദിവസമാണ്. നമുക്ക് നാളെ എന്ന് വെച്ചാൽ ചിലപ്പോൾ നാളെ ആയിരിക്കും ഇറങ്ങുന്നതിൻ്റെ വീഡിയോ. നമുക്ക് കണ്ടറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. ലാലേട്ടൻ ഇപ്രാവശ്യമെങ്കിലും നല്ല രീതിയിൽ ന്യായമായിട്ടുള്ള രീതിയിൽ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ആരെയും വാക്ക് കേൾക്കാതെ ലാലേട്ടൻ തോന്നിയതുപോലെ ചെയ്യാം. എന്തായാലും ലാലേട്ടനെ വെറുപ്പിക്കരുത് ദൈവത്തോട്. അത്രയ്ക്ക് ഇഷ്ടമുള്ള ആൾക്കാരാണ്. ലോകം മുഴുവൻ ലാലേട്ടനിലാണ് ആകെ വെച്ചിരിക്കുന്ന പ്രതീക്ഷ. ലാലേട്ടനെ അത്രയ്ക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. എനിക്ക് തന്നെ ഇപ്പോൾ എനിക്ക് കണ്ണിൽ നിന്ന് വെള്ളം വന്നു. ലാലേട്ടൻ്റെ എനിക്ക് അത്രയ്ക്ക് ബഹുമാനവും സ്നേഹവും ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ്. വെറുതെ ലാലേട്ട പറയിപ്പിക്കരുത് പ്ലീസ്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ ബൈ.